കേരളത്തിനും തമിഴ്നാടിനും പിന്നാലെ കർണാടകയിലും സർക്കാർ ഗവർണർ പോര്. നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഭാഗങ്ങൾ ഗവർണർ വായിച്ചില്ല. ഗവർണർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനാകുമോ എന്ന് പരിശോധിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. കേന്ദ്രത്തിന്റെ പാവയെ പോലെ ഗവർണർ പ്രവർത്തിച്ചുവെന്നും സിദ്ധരാമയ്യ ആരോപിക്കുന്നു. കെ.ബി. ശ്രീധരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ശ്രീധരൻ, ഇവിടെ കേരളത്തിൽ ചില ഭാഗങ്ങൾ വായിച്ചില്ല, ചിലത് സർക്കാരിന്റെ മാത്രം അഭിപ്രായമാണെന്ന് പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് വന്നാൽ ഇറങ്ങിപ്പോയി. കർണാടകയിൽ എന്താണ് നടക്കുന്നത്? തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റവും ആ പദ്ധതി തന്നെ മാറ്റാനുള്ള നീക്കത്തിനെതിരെ കർണാടക സർക്കാർ കൃത്യമായിട്ട് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഈ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിരുന്നു. ഇതാണ് ഗവർണറെ ചൊടിപ്പിച്ചത്. ഏതായാലും ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന് താൻ വരില്ല, ഈ സഭയുടെ സംയുക്ത സമ്മേളനത്തിൽ താൻ പങ്കെടുക്കില്ല എന്നായിരുന്നു ഗവർണറുടെ ഇന്നലത്തെ നിലപാട്. തുടർന്ന് നിയമമന്ത്രി എച്ച്.കെ. പാട്ടീലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഗവർണറെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചു. തുടർന്ന് ചില പാരഗ്രാഫുകൾ മാറ്റാം എന്നൊക്കെ പറയുകയും തുടർന്നൊരു സമവായ ഫോർമുല രൂപപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ ഗവർണർ ഇന്ന് സഭയിലെത്തി. കേവലം 40 സെക്കൻഡ് മാത്രമാണ് അദ്ദേഹം ഈ സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. നയപ്രഖ്യാപന പ്രസംഗം അദ്ദേഹം ഒട്ടും വായിച്ചില്ല എന്നാണ് സർക്കാർ അല്ലെങ്കിൽ ഭരണപക്ഷം ഇപ്പോൾ ആരോപിക്കുന്നത്. അദ്ദേഹം സ്വയം എഴുതി കൊണ്ടുവന്ന കാര്യം വായിച്ചു, അദ്ദേഹം പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോയി. അതായത് ഭരണഘടനാ പ്രതിസന്ധി ഇല്ലാതിരിക്കാൻ, അത് ഒഴിവാക്കാൻ വേണ്ടി ഗവർണർ സഭയിൽ വന്നു, സഭയെ അഭിസംബോധന ചെയ്ത് മടങ്ങുകയാണ് ചെയ്തത്. സർക്കാർ ക്യാബിനറ്റ് തയ്യാറാക്കിയ യാതൊരു വിധത്തിലുള്ള പ്രസംഗത്തിന്റെ ഒരു പേജ് പോലും അദ്ദേഹം വായിച്ചില്ല എന്നാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കിയത്. ഏതായാലും ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഭരണഘടനാ ലംഘനമാണ് ഗവർണർ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിനെ സമീപിക്കാൻ സാധിക്കുമോ എന്നൊക്കെ പരിശോധിച്ചു വരികയാണ് സർക്കാർ ഉണ്ടായത്. ഏതായാലും ഗവർണർ ഒരുപക്ഷെ സഭയിൽ എത്താതിരുന്നെങ്കിൽ അതൊരു വലിയ പ്രതിസന്ധിയിലേക്ക്, തർക്കങ്ങളിലേക്ക്, നിയമ പോരാട്ടങ്ങളിലേക്കൊക്കെ പോയേനെ. അതൊഴിവാക്കുന്നതിന് വേണ്ടി ഗവർണർ എത്തി. തുടർന്നാണ് ഇത്തരത്തിൽ അസാധാരണ നീക്കങ്ങൾ സഭയിൽ ഉണ്ടായത്. കഴിഞ്ഞ ദിവസം തമിഴ്നാട് നിയമസഭയിലും സമാനമായിട്ടുള്ള രംഗങ്ങൾ ഉണ്ടായിരുന്നു. ദേശീയഗാനം ആലപിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ R.N. രവി തമിഴ്നാട് നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് സർക്കാരും ഗവർണർമാരും തമ്മിലുള്ള പോര് കടുക്കുന്ന ഒരു സ്ഥിതി തന്നെയാണ് നിലവിലുള്ളത്. ശരി ശ്രീധരൻ.